ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനിന്ന് വന്നേക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ മുടി കരുത്തോടു കൂടി വളരാൻ തടസ്സമായിട്ട് നിൽക്കുന്ന പേന്, താരന്, ഈര് ഇതെല്ലാം നമ്മുടെ മുടിയിൽ നിന്ന് വേരോടെ നിശേഷം നമുക്ക് നീക്കം ചെയ്യാൻ പറ്റുന്ന ഒരു സൂപ്പർ രീതിയായിട്ടാണ് ഞാൻ വന്നേക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ എണ്ണ ഡബിൾ ബോയിലിംഗ് ചെയ്ത് തേക്കുന്ന പോലെ തന്നെയാണ് തേക്കുന്നത്. പക്ഷേ അതിനകത്ത് ഞാൻ വേറൊരു സാധനം ചേർക്കുന്നുണ്ട്. അതിൻ്റെ ഉപയോഗം മൂലമാണ് നമ്മുടെ തലയിലുള്ള പേനും താരനും ഈരും എല്ലാം പോകുന്നത്. നമ്മുടെ തലയോട്ടി, നമ്മുടെ സ്കാൽപ്പ് നല്ല ക്ലീൻ ആയെങ്കിലും നല്ല കരുത്തോടു കൂടിയുള്ള മുടി കിളിച്ച് വരത്തുള്ളൂ. അപ്പോൾ അത് എന്താണ് എങ്ങനെയാണെന്നൊക്കെ നമുക്ക് കാണാം. അപ്പോൾ വേറെ ഒന്നുമല്ല, നമ്മളുടെ വീട്ടിൽ നമ്മുടെ പൂജാമുറിയിൽ നമ്മൾ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നാണല്ലോ കർപ്പൂരം. എല്ലാവരുടെയും വീടുകളിൽ കാണുന്നതാണ് പച്ചക്കർപ്പൂരം. ഞാനതാണ് യൂസ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഈ കർപ്പൂരത്തെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ആയുർവേദ വിധി പ്രകാരം നമ്മുടെ തലയിലുണ്ടാകുന്ന താരൻ, എണ്ണമയമുള്ള തല, മുടി കൊഴിച്ചിൽ എന്നിവയ്ക്കൊക്കെ കാരണമാകുന്ന കഫപിത്ത ദോഷങ്ങളെ സന്തുലിതമാക്കുന്ന ഒന്നാണ് കർപ്പൂരം. പ്രകൃതിദത്തമായ വേദന സംഹാരികളിൽ ഒന്നുകൂടിയാണ് കർപ്പൂരം. ഇത് നമ്മുടെ തലയോട്ടിയിലുണ്ടാകുന്ന അണുബാധ മൂലമുണ്ടാകുന്ന ചൊറിച്ചിലൊക്കെ കുറയ്ക്കാനും മുടി പൊട്ടിപ്പോവാതിരിക്കാനും ഒക്കെ സഹായിക്കുകയൊക്കെ ചെയ്യുന്ന ഒന്നാണ് കർപ്പൂരം. കർപ്പൂരത്തിൻ്റെ ഉപയോഗം മൂലം നമ്മുടെ സ്കാൽപ്പിലെ രക്തചംക്രമണം മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നു. ഇതുകൊണ്ട് നമ്മുടെ മുടി വളർച്ച നല്ല രീതിയിൽ ഉത്തേജിപ്പിക്കുകയും ചെയ്യാൻ കഴിയുന്ന ഒന്നാണ് ഈ കർപ്പൂരം. നമ്മുടെ മുടിയുടെ വേരുകൾക്ക് മികച്ച പോഷണം ഉറപ്പാക്കുകയും ചെയ്യുന്നു. അതേപോലെ തന്നെ കർപ്പൂരത്തിന് നല്ലൊരു മോയ്സ്ചറൈസ് ഗുണമുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ മുടിയിൽ പുരട്ടുമ്പോൾ നമ്മുടെ മുടി വരൾച്ച കുറയ്ക്കുകയും മുടി പൊട്ടിപ്പോകുന്നത് കുറയ്ക്കുകയും സ്പ്ലിറ്റ് എൻഡ്സ് ഒക്കെ ഉണ്ടാവാതിരിക്കുകയും സഹായിക്കുന്നു. അതേപോലെ തന്നെ നമുക്ക് ഇത് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ ആഴ്ചയിൽ 3 ദിവസമോ 2 ദിവസമോ ആയിരിക്കുമല്ലോ നമ്മുടെ തലയിൽ എണ്ണയിടുന്നത്. അപ്പോൾ ആ ഒരു ദിവസം നമ്മൾ കർപ്പൂരം ഇതിലേക്ക് പൊടിച്ചിട്ടിട്ട് നമ്മൾ ഡബിൾ ബോയിലിംഗ് ചെയ്തിട്ട് നമ്മുടെ മുടിയിൽ സ്കാൽപ്പിലും മുടി തുമ്പ് വരെയും തേച്ച് പിടിപ്പിക്കണം. എന്നിട്ട് നന്നായിട്ടൊരു മസാജൊക്കെ ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് നമ്മുടെ നോർമൽ വെള്ളത്തിൽ നമുക്ക് നല്ല വീര്യം കുറഞ്ഞ എന്തെങ്കിലും ഷാമ്പു നമ്മുടെ കയ്യിൽ കാണുമല്ലോ, അങ്ങനെയുള്ള ഷാമ്പു ഉപയോഗിച്ച് നമുക്ക് ഷാമ്പു വാഷ് ചെയ്യാം. എന്നിട്ട് മോയ്സ്ചറൈസറോ കണ്ടീഷണറും മോയ്സ്ചറൈസറോ ഒക്കെ ഇട്ട് കൊടുത്താൽ മുടി നല്ല സൂപ്പറായിട്ട് വളരും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായമൊക്കെ പറ.